എന്താ മീനാക്ഷി, എന്താ ഉണ്ടായെന്ന് പറ. പറയാം. പക്ഷേ പറഞ്ഞത് കേട്ട് കഴിയുമ്പോ വിഷമം തോന്നരുത്. ഞാൻ പരദൂഷണം പറയുകയാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. പ്രസാദിനെ പറ്റിയാ. പ്രസാദിനെ പറ്റിയോ? ആ, അവരൊക്കെ നമ്മളെപ്പോലെ ഉള്ളവരല്ലല്ലോ. വലിയ ബിസിയല്ലേ. നാട്ടില് വലിയ വിലയുള്ള ആൾക്കാര്. ഒരു തുണിക്കടക്കാരന് എന്ത് വിലയും മാന്യതയും. എന്നും ഇവളുടെ ഒരു രീതി ഇതാ. ഒരു കാര്യവും നേരെ ചൊവ്വേ പറയില്ല. ചുമ്മാ അവിടെ എവിടെയും തൊടാതെ മനുഷ്യരായിട്ട് മെനക്കെടുത്താൻ. എന്താ കാര്യമെന്ന് വെച്ചാ ഒന്ന് ക്ലിയർ ആയിട്ട് പറ മീനാക്ഷി. ചേട്ടൻ എന്തിനാ എന്നോട് ചൂടാവുന്നേ? എന്റെ സങ്കടം അറിയിക്കാൻ എനിക്കെന്താ അവകാശമില്ലേ? സങ്കടം മനസ്സിരുന്നാ മതിയോ? തുറന്നു പറഞ്ഞാലല്ലേ മറ്റുള്ളവരെ അറിയൂ. പറയ് മീനാക്ഷി. സുമിത്ര ആരാ? എന്റെ ഒരേ ഒരു ഏട്ടന്റെ മൂത്ത മോളല്ലേ. അവളുടെ കല്യാണം നടന്നു കാണാൻ ഞാനും കൃഷ്ണേട്ടനും എന്തുമാത്രം ആശിച്ചു. കെട്ടുകഴിഞ്ഞ ചെറുക്കനെയും പെണ്ണിനെയും വിരുന്നിന് വിളിക്കുന്ന പതിവ് ലോകത്തിലെങ്ങും നടക്കാത്തൊരു പുതിയ കാര്യമാണോ? ആണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അവരിവിടെ വന്നില്ലേ? വേറെ പലയിടത്ത് വിരുന്നിന് പോയില്ലേ? പിന്നെന്താ ഞങ്ങൾക്ക് മാത്രം ഒരു അയിത്തം? അയിത്തോ? നീ എന്താ ഈ പറയുന്നേ? കൃഷ്ണേട്ടന്റെ സ്വഭാവം അറിയാലോ. ആരുടെ മുന്നിലും ചെന്ന് തല കുനിച്ച ചരിത്രമേ ഇല്ല. എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി കൊടുക്കുന്നെങ്കിൽ അതിവിടെ ചേട്ടന്റെ മുന്നിൽ മാത്രമാ. പ്രസാദിനെ ആദ്യം കണ്ടപ്പോ തന്നെ കൃഷ്ണേട്ടന് നന്നേ ബോധിച്ചു. സുമിത്ര ഭാഗ്യവതിയാടി എന്നോട് അന്ന് തന്നെ പറയുകയും ചെയ്തു. എന്നിട്ട് ആ പ്രസാദ് തന്നെ കൃഷ്ണനോട് പ്രസാദ് എന്തു പറഞ്ഞു? വിരുന്നിന് എപ്പോഴാ വരുന്നതെന്ന് കൃഷ്ണേട്ട ചോദിച്ചപ്പോ പറഞ്ഞു എന്താന്നറിയോ? കൃത്യ ദിവസം പറയാൻ പറ്റില്ല, ഇപ്പൊ വളരെ ബിസിയാണെന്ന്. മുഖത്തടിച്ച പോലെ കൃഷ്ണേട്ടന് തോന്നിയത്. പ്രസാദ് എന്താ വിചാരിച്ചേ? പ്രസാദിന് മാത്രമേ തിരക്കുള്ളൂന്നോ? നിന്ന് തിരിയാൻ നേരെയില്ലാത്ത മനുഷ്യനാ കൃഷ്ണേട്ടൻ. മാസത്തെ പകുതിയും കോയമ്പത്തൂരും മദ്രാസിലും ഒക്കെ സർക്കിട്ടാ. നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത്. ഒരുപക്ഷെ പ്രസാദിന് അറിയില്ലായിരിക്കും. മനസ്സിലായി. കൃഷ്ണന് ഫീൽ ചെയ്ത് കാണും. പ്രസാദ് പക്ഷേ നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പുതിയ തലമുറയല്ലേ, അവർക്ക് ഈ പഴയ സമ്പ്രദായങ്ങളോടൊന്നും യാതൊരു അടുപ്പവുമില്ലെന്നേ. അന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ റെസ്റ്റ്ലെസ് ആയി. പുതിയ ചെറുപ്പക്കാരുടെ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാ അത്. അങ്ങനെ കണ്ടാൽ മതി. എന്നാലും കൃഷ്ണേട്ടൻ അത്രയും ആശിച്ച് വിളിച്ചിട്ട് ഒരു ദേ ഇല്ലാതെ. നീ ഇനി പറഞ്ഞു ഇതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. മറന്നേക്ക്. കൃഷ്ണനോട് ഞാൻ പറയാം. നീ ചെല്ലേ. ഓരോരോ ഏടാകൂടങ്ങള്. ഈ ഒരു ചെറിയ പ്രശ്നത്തിൽ ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ മീനാക്ഷിക്ക്? ഇതൊരു ചെറിയ കാര്യമാണെന്ന് അവർക്ക് തോന്നണ്ടേ? അല്ല, അങ്ങനെ തോന്നാതിരിക്കാൻ കാരണവുമുണ്ട്. അവരുടെ സഹായം നമ്മളൊരിക്കൽ കൈനീട്ടി വാങ്ങിപ്പോയില്ലേ? എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തിനാ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹേയ്, ചേട്ടനോ? ആ വരൂ, അകത്തിരിക്കാം. ആ
മീനാക്ഷി ഇല്ലേ? അവളും താരയും അമ്പലത്തിൽ പോയിരിക്കുക. ആ, അല്ല, താൻ ആകെ പരിഭവത്തിലാണെന്ന് അറിഞ്ഞു. എന്നാ അതൊന്ന് മാറ്റിയിട്ട് പോകാമെന്ന് കരുതി. ഓ, എന്തോന്ന് പരിഭവം. അപ്രതീക്ഷിതമായ പ്രതികരണം പ്രസാദിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോ അല്പവേദന തോന്നി, അത്രേ ഉള്ളൂ. എന്നിട്ടാണോ പരിഭവം ഇല്ലെന്ന് പറഞ്ഞത്? സാരമില്ലടോ, നമ്മുടെ ഇഷ്ടത്തിനൊത്ത് എല്ലാവരും സംസാരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാനാവില്ലല്ലോ. എന്റെ തനി സ്വഭാവത്തിന് ചുട്ട മറുപടി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തോ ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല. ഒന്നുമില്ലേലും നമ്മൾ സുമിത്രയെ ഓർക്കണമല്ലോ. ഈ കല്യാണ ആവശ്യത്തിന് എന്നെ കയ്യയച്ച് സഹായിച്ച തനിക്ക് ഇത് കേൾക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ അക്കാര്യം പ്രസാദിന് അറിയില്ലല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പണം തന്ന് സഹായിച്ചത് ശങ്കരേട്ടനെയും കുടുംബത്തിനെയല്ലേ. എത്രയൊക്കെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചാലും നന്ദികേട് കാട്ടുമ്പോൾ ആർക്കായാലും വേദന ഉണ്ടാവും. ആ, പോട്ടെ, എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഛേ, ഞാൻ അപ്പോഴേ മീനാക്ഷിയോട് പറഞ്ഞതാ ശങ്കരേട്ടൻ ഇതൊന്നും അറിയല്ലേന്ന്. എന്ത് ചെയ്യാനാ, കേട്ട പാതി കേൾക്കാത്ത പാതി അത് അവൾ അവിടെ വന്ന് പറഞ്ഞു. അത് പിന്നെ സ്ത്രീകളെല്ലാം അങ്ങനെ തന്നെയല്ലേ. നമുക്കുണ്ടാകുന്ന ക്ഷീണം കൂടുതൽ മുറിപ്പെടുത്തുന്നത് അവരെ ആയിരിക്കും. ആ, കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്കൊരു സംശയം. പ്രസാദിന്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഇതുപോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ചൂടാവുന്നത്? ഇത് തന്നെ ഭാഗ്യലക്ഷ്മി എന്നോട് ചോദിക്കാറുണ്ട്. അയാളൊരു പാവമാണെന്ന എൻ്റെ വിശ്വാസം. ജോലിയോട് ഇത്തിരി ആത്മാർത്ഥത കൂടിപ്പോയി. അതിൻ്റെതായ അല്ലറ ചില്ലറ നെഗറ്റീവ് വശങ്ങളും ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മളെ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ കുട്ടി അവിടെ സുഖമായിരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവൾക്കവിടെ സുഖമാ. എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായില്ല എന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. ഒരിക്കലും എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നനയുന്നത് എനിക്ക് കാണേണ്ടി വരില്ല. ഹലോ. ആ, ഞാനാണ് മോനെ, സുമിത്രയുടെ അച്ഛൻ. എന്താ വിശേഷിച്ച്? അത് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സുമിത്രയുടെ മാമൻ ഒരു മേജർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചിട്ട് പോയില്ലെന്നോ, പ്രസാദ് വളരെ ക്ഷോഭിച്ച് സംസാരിച്ചെന്നോ, അങ്ങനെ എന്തൊക്കെയോ. അത് പിന്നെ ജോലി തിരക്കുള്ള സമയം നോക്കി ഓരോന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അതെ, അത് തന്നെയാണ് ഞാനും അവരോട് പറഞ്ഞത്. പ്രസാദിൻ്റെ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് അവർക്കറിയില്ലല്ലോ. ഏതായാലും അവരുടെ പിണക്കം മാറ്റാൻ മോനെ അയാളൊന്ന് വിളിക്കേ. ജോലി തിരക്ക് ഒഴിയുന്ന നേരത്ത് അവിടം വരെ ഒന്ന് പോവുകയും ചെയ്യേ. എന്താ?